പഹൽഗാം ആക്രമണത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും പരസ്പരം യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്നതാണ് ഒരു വലിയ ആശങ്കയായി ഉയർന്നു നിൽക്കുന്നത്. ഒരു യുദ്ധത്തിന്റെ ഭീതി മുന്നിൽ കണ്ടുകൊണ്ട് പാക് അധിനിവേശ കാശ്മീരിലെ നിരവധി ഭീകര വിക്ഷേപണ പാടുകൾ പാകിസ്ഥാൻ സൈന്യം ഒഴിപ്പിക്കാൻ തുടങ്ങിയതായി റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. തീവ്രവാദികളെ സൈനിക ഷട്ടറുകളിലേക്കും ബങ്കറുകളിലേക്കും മാറ്റുന്നതിനു വേണ്ടി ഇന്റലിജൻസ് വൃത്തങ്ങളും അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ജമ്മു കാശ്മീരിലുടനീളം കുറഞ്ഞത് 42 ഭീകര വിക്ഷേപണ പാടുകളിലായി 150നും 200നും ഇടയിൽ ഭീകരർ ഒളിച്ചിരിപ്പുണ്ടെന്നായിരുന്നു കണക്കുകളെല്ലാം വെളിപ്പെടുത്തുന്നത്. ഹിസ്ബുള്ള, ലഷ്കർ ഇ തോയ്ബ എന്നീ ഭീകര സംഘടനകളിൽ നിന്നുള്ള 60 വിദേശ ഭീകരരും അതുപോലെ 17 പ്രാദേശിക ഭീകരരും നിലവിൽ ജമ്മു കാശ്മീരിൽ സജീവമാണെന്ന റിപ്പോർട്ടുകളും നിലനിൽക്കുന്നുണ്ട്. ഐക്യരാഷ്ട്രസഭയിൽ TRFനെ പാകിസ്ഥാൻ സംരക്ഷിച്ചു എന്ന വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ഈ വാർത്തകളും പുറത്തു വന്നു. ഈ സാഹചര്യങ്ങൾക്കിടയിൽ ഇന്ത്യൻ അധികൃതരിൽ നിന്നുള്ള നിരീക്ഷണം ഒഴിവാക്കാനും അവരുടെ പാകിസ്ഥാൻ മാനേജർമാരുമായി ബന്ധം നിലനിർത്താനും പഹൽഗാം ആക്രമണത്തിലെ ഭീകരർ ചൈനീസ് ഉപകരണങ്ങളും ആപ്പുകളും ഉപയോഗിച്ചതായുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. ഇന്ത്യയുമായി ഒരു സംഘർഷം പൊട്ടിപ്പുറപ്പെടുകയാണെങ്കിൽ പാകിസ്ഥാന് ചൈനയിൽ നിന്നുള്ള ആയുധങ്ങളെയും ഉപകരണങ്ങളെയും കാര്യമായി തന്നെ ആശ്രയിക്കേണ്ടി വരുമെന്നതിലും ഒരു സംശയവുമില്ല. പിടിച്ചു നിൽക്കാൻ പോയിട്ട് യുദ്ധത്തിലേക്ക് ഇറങ്ങാൻ പോലും അവർക്ക് ഒരിക്കലും കഴിയില്ല. ഇന്ത്യൻ പ്രതിരോധ ഗവേഷണ വിഭാഗത്തിന്റെ കണക്കുകൾ അനുസരിച്ച് ലാഹോറിലെ തിരക്കേറിയ പ്രദേശങ്ങളിൽ പാകിസ്ഥാൻ ചൈനീസ് പീരങ്കി സംവിധാനം സ്ഥാപിച്ചിട്ടുണ്ടെന്നാണ് പൊതുവെയുള്ള നിരീക്ഷണവും. ചൈനയിലെ നോർത്ത് ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ വികസിപ്പിച്ചെടുത്ത ഒരു ഹോവിറ്റ്സർ ആയ PCL 181 എന്നറിയപ്പെടുന്ന സംവിധാനം ഇതിനോടകം തന്നെ പാകിസ്ഥാനിൽ എത്തിയിട്ടുണ്ടെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങളും. എന്നാൽ എത്രയൊക്കെ തയ്യാറെടുപ്പുകൾ നടത്തിക്കഴിഞ്ഞാലും ഇന്ത്യ യുദ്ധത്തിന് തയ്യാറെടുക്കുന്നതും അതുപോലെ മറ്റ് ലോകരാജ്യങ്ങളൊന്നും പിന്തുണയ്ക്കാത്തതും പാകിസ്ഥാന്റെ മനോവീര്യം വലിയ രീതിയിൽ കുറയ്ക്കുന്നുമുണ്ട്. ആയുധങ്ങളൊക്കെ നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ സൈനികപരമായി പാകിസ്ഥാനെ സഹായിക്കുമെന്ന ഉറപ്പൊന്നും ചൈന പാകിസ്ഥാന് പരസ്യമായി നൽകിയിട്ടില്ല എന്നതും നിലനിൽക്കുന്നൊരു യാഥാർത്ഥ്യമാണ്.